ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രീ റിക്വസിറ്റ്സ് ഓഫ് സൗണ്ട് ഇൻസെന്റീവ് പ്ലാൻ ഓർ സ്കീം. ഇൻസെന്റീവ് പ്ലാൻ അല്ലെങ്കിൽ ഇൻസെന്റീവ് സ്കീം അല്ലെങ്കിൽ ഇൻസെന്റീവ് വേജസിന് വേണ്ട മുൻ ഉപാധികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു നല്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയുള്ള ഇൻസെന്റീവ് വേജ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമതാണ് പ്രോപ്പർ ക്ലൈമാറ്റ്. സ്ഥാപനത്തിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമാറ്റ് ഉണ്ടായിരിക്കണം. അതായത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ഇൻസെന്റീവ് സ്കീം നമ്മുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമതാണ് കോഓപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. അതുപോലെ വർക്കേഴ്സിന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇൻസെന്റീവ് സ്കീം സക്സസ്ഫുള്ളി ആയിട്ട് സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിലെ എംപ്ലോയീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു ഇൻസെന്റീവ് സ്കീം സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അടുത്തതാണ് വർക്ക് പാർട്ടിസിപ്പേഷൻ. അതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. വർക്കേഴ്സിന് പാർട്ടിസിപ്പേഷനോട് കൂടി വേണം സ്ഥാപനത്തിൽ നമ്മളൊരു ഇൻസെന്റീവ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ. അവരുമായിട്ടും അവരുടെ ട്രേഡ് യൂണിയനുമായിട്ടും എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു ഇൻസെന്റീവ് സ്കീം സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അടുത്തതാണ് സയന്റിഫിക് സ്റ്റാൻഡേർഡ്. അതുപോലെ ഒരു ഇൻസെന്റീവ് സ്കീമിനും വ്യക്തമായ രീതിയിൽ സയന്റിഫിക് മെഷർമെന്റ് ഉണ്ടായിരിക്കണം. അതായത് അത് വർക്കേഴ്സിന്റെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അവർ ബെറ്റർ പെർഫോമൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഓരോ ഇൻസെന്റീവ് സ്കീമും സെറ്റ് ചെയ്യേണ്ടത്. അടുത്തതാണ് സിംപ്ലിസിറ്റി. അതുപോലെ സിമ്പിൾ ആയിരിക്കണം. എല്ലാ വർക്കേഴ്സിനും പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം ഈ ഒരു ഇൻസെന്റീവ് സ്കീം അറേഞ്ച് ചെയ്യാൻ. അതുപോലെ അവർക്ക് അവരുടെ ഏർണിങ്സ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അടുത്താണ് ഇക്വിറ്റബിൾ. അതുപോലെ എല്ലാ എംപ്ലോയീസിനും ഇൻസെന്റീവ് ആയിക്കാണ്ട് കിട്ടാൻ പറ്റുന്ന തരത്തിൽ ആയിരിക്കണം ഇൻസെന്റീവ് സ്കീം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അതായത് എല്ലാ എംപ്ലോയീസിനും ഇൻസെന്റീവ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്കീമുമായി എല്ലാ എംപ്ലോയീസിനും കിട്ടുന്ന രൂപത്തിലായിരിക്കണം ഒരു ഇൻസെന്റീവ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ചില എംപ്ലോയീസ്, അതായത് നമ്മൾ ചില പ്രത്യേക എംപ്ലോയീസ് മാത്രം ഇൻസെന്റീവ് കൊടുക്കുന്ന രൂപത്തിൽ മാത്രമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മറ്റ് എംപ്ലോയീസിന്റെ ഇടയിൽ അസൂയ, അതുപോലെ മറ്റ് എംപ്ലോയീസ് ഒക്കെ ഡിസാറ്റിസ്ഫൈഡ് ആകുക, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അടുത്തതാണ് ഫ്ലെക്സിബിൾ. അതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം ഇൻസെന്റീവ് സ്കീം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം ചേഞ്ചസ് വരാൻ സാധ്യത കൂടുതലുണ്ട്. ടെക്നോളജിക്കൽ ചേഞ്ചസ്, അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ്, അതുപോലെ മറ്റു പല മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസെന്റീവ് സ്കീം മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അടുത്താണ് ലെസ് കോസ്റ്റ്ലി. അതുപോലെ നമ്മൾ ഈ ഒരു ഇൻസെന്റീവ് സ്കീം സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു ഇൻസെന്റീവ് വേജ് സ്കീമിനെ പറ്റിയും അതിൽ വരുന്ന ജോബ് ഇവാലുവേഷൻ വരുന്ന കോസ്റ്റിനെ പറ്റിയും അതുപോലെ വർക്ക് മെഷർമെന്റ് വരുന്ന ചെലവിനെ പറ്റി അതുപോലെ അഡീഷണൽ സൂപ്പർവിഷനെ പറ്റി തുടങ്ങിയ കോസ്റ്റുകൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു ഇൻസെന്റീവ് സ്കീമൊക്കെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അടുത്തതാണ് വൈഡ് കവറേജ്. അതുപോലെ വൈഡ് കവറേജ് ആയിരിക്കണം. അതായത് സ്ഥാപനത്തിലെ സൂപ്പർവൈസർ, ഫോർമാന്, ഹെൽപ്പേഴ്സ്, അങ്ങനെ എല്ലാ ആളുകളെയൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻസെന്റീവ് സ്കീം ആയിരിക്കണം എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നല്ലത്. അടുത്തതാണ് കെയർഫുൾ പ്ലാനിങ്. അതുപോലെ നല്ല കെയർഫുൾ ആയുള്ള പ്ലാനിങ് വേണം. അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളൊരു ഇൻസെന്റീവ് സ്കീം സ്ഥാപനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അടുത്താണ് ഗ്യാരണ്ടി മിനിമം വേജസ്. അതുപോലെ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് എല്ലാവർക്കും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്തിട്ട് അവരുടെ മികച്ച പെർഫോമൻസ് ഉള്ളവർക്ക് ഇൻസെന്റീവ് കിട്ടുന്ന തരത്തിലായിരിക്കണം അറേഞ്ച് ചെയ്യാൻ. എല്ലാവർക്കും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യണം. അതായിരിക്കും ഏറ്റവും നല്ലൊരു ഇൻസെന്റീവ് പോളിസി അല്ലെങ്കിൽ ഇൻസെന്റീവ് വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഇൻസെന്റീവ്സ്. അതുപോലെ എംപ്ലോയീസിനൊക്കെ സഫീഷ്യന്റ് എമൗണ്ട് കിട്ടുന്ന തരത്തിലായിരിക്കണം ഈ ഒരു ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലാണ് ഒരു ബെറ്റർ സൗണ്ട് ഇൻസെന്റീവ് പ്ലാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം, അതായത് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് സീലിംഗ് ഓൺ ഏർണിങ്സ്. അതുപോലെ ഒരു സീലിംഗ് വേണം. അതായത് എംപ്ലോയീസിന് ഇങ്ങനെ കൂടുതൽ കുറെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ വരുമാനം കിട്ടുന്നല്ല, അതിന് സീലിംഗ് വെക്കണം, ഒരു മാക്സിമം ലിമിറ്റ് വെക്കണം.
അപ്പൊ മാക്സിമം ലിമിറ്റ് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. കാരണം ചിലപ്പോൾ എംപ്ലോയീസ് എന്താണ് കൂടുതൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നേടാം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, കൂടുതൽ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതിന്റെ ക്വാളിറ്റി അത്രത്തോളം നല്ല മികച്ചതാകണമെന്നില്ല. അപ്പൊ ഒരു സീലിംഗ് വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റത് ചിലപ്പോൾ എംപ്ലോയീസിന്റെയും ഡേയും നൈറ്റും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് അവരെ ഹെൽത്തിനും അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു സീലിംഗ് വെക്കുക, അതായത് ഒന്നെങ്കിൽ ഒരു സമയം വെക്കുക, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു സീലിംഗ് വെക്കുക, അല്ലെങ്കിൽ ഇത്ര സാലറി വരെ നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം ഫിക്സ് ചെയ്യുക. അങ്ങനെ ഫിക്സ് ചെയ്താൽ മാത്രമാണ് അതിന്റെ ക്വാളിറ്റി ഉഷാറാവുകയുള്ളൂ, അതുപോലെ എംപ്ലോയീസിന്റെ വർക്കൊക്കെ നല്ല രീതിയിൽ പോകുകയുള്ളൂ. അടുത്താണ് ഗ്രീവൻസ് സെറ്റിൽമെന്റ്. അതുപോലെ ഇൻസെന്റീവ് പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനൊരു ഗ്രീവൻസ് സെറ്റിൽമെന്റ് ഫോം സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അടുത്താണ് ടൈംലി പേയ്മെന്റ്. അതുപോലെ ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ വർക്കേഴ്സിന് അവരുടെ ജോബ് കഴിയുന്നതോട് കൂടി തന്നെ പേയ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അത് ഇപ്പോൾ സാലറി ഒക്കെ ആണെങ്കിൽ ആ സാലറിയുടെ കൂടെ പേയ്മെന്റ് കൊടുക്കുന്ന രൂപത്തിലായിരിക്കണം. ടൈമിലി സെറ്റിൽമെന്റ് ചെയ്യണം. അടുത്താണ് റിവ്യൂ റേറ്റ്സ്. അതുപോലെ പീരിയോഡിക്കലി ഈ ഒരു ഇൻസെന്റീവ് പ്ലാൻ എന്ത് ചെയ്യണം, പീരിയോഡിക്കലി വിലയിരുത്തണം. സ്ഥാപന മേധാവികൾ പീരിയോഡിക്കലി വിലയിരുത്തണം. അടുത്ത ഫോളോ അപ്പ്. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസെന്റീവ് പ്ലാനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല ഇൻസെന്റീവ് പ്ലാന് നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ സ്ഥാപനത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ഒരു ഇൻസെന്റീവ് സ്കീം സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്. ഓക്കെ, ഇനി അടുത്തത് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ് സ്കീംസ് ആണ്. ഏതൊക്കെയാണ് ഇൻസെന്റീവ് വേജസിന്റെ ടൈപ്സ് അല്ലെങ്കിൽ ഇൻസെന്റീവ് സ്കീമിന്റെ ടൈപ്സ് ഏതൊക്കെ നോക്കാം. പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഇൻസെന്റീവ് സ്കീമിനുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീം. ഓക്കെ, രണ്ടാമതാണ് ഗ്രൂപ്പ് ഇൻസെന്റീവ് സ്കീം. അപ്പൊ രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീമും രണ്ടാമത് ഗ്രൂപ്പ് ഇൻസെന്റീവ് സ്കീമും. ഇനി ഒന്നാമത് എടുക്കാം. ഒന്നാമത് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീമിൽ അതില് പ്രധാനമായിട്ടും അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ടൈം ബേസ്ഡ് സ്കീമും രണ്ടാമത്തത് പ്രൊഡക്ഷൻ ബേസ്ഡ് സ്കീമും. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീമിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ടൈം ബേസ്ഡും രണ്ടാമത്തത് പ്രൊഡക്ഷൻ ബേസ്ഡ് സ്കീമും. ഇനി ആ ടൈം ബേസ്ഡ് സ്കീമിൽ വരുന്നത് പറഞ്ഞാൽ 3 ഉണ്ട്. അതിൽ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ടൈം ബേസ് ചെയ്തിട്ടുള്ള പ്ലാനുകൾ 3 ഉണ്ട്. ഒന്ന് ഹാൾസേ പ്ലാന്, രണ്ടാമത്തത് റോവൻ പ്ലാൻ, മൂന്നാമത്തത് എമേഴ്സൺ പ്ലാൻ, നാലാമത്തത് ബെഡെക്സ് പ്ലാൻ. ഇങ്ങനെ 4 ടൈം ബേസ്ഡ് സ്കീമിലുള്ളത്. ഹാൾസേ, റോവൻ, എമേഴ്സൺ, ബെഡെക്സ്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീമിൽ രണ്ടാമത്തേതായിരുന്നു പ്രൊഡക്ഷൻ ബേസ്ഡ് സ്കീം. അതിൽ 3 ഉള്ളത്. ഒന്ന് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, രണ്ടാമത്തത് ഗാൺസ് ടാസ്ക് സിസ്റ്റം, മൂന്നാമത്തത് മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ഇങ്ങനെ 3 ഉള്ളത്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗാൺസ് ടാസ്ക് സിസ്റ്റം, മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ഇങ്ങനെ 3 പ്രൊഡക്ഷൻ ബേസ്ഡ് സ്കീമിലുള്ളത്. അതുപോലെ അടുത്ത രണ്ടാമത്തേതായിരുന്നു ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീം. അത് കഴിഞ്ഞാൽ രണ്ടാമതാണ് ഗ്രൂപ്പ് ഇൻസെന്റീവ് സ്കീം. ഇവിടെ ഇതിൽ പ്രധാനമായിട്ട് 4 ഒന്ന് പ്രീസ്റ്റ്മാൻ പ്ലാൻ, രണ്ടാമത് സീലോൺ പ്ലാൻ, മൂന്നാമത്തത് കോ പാർട്ണർഷിപ്പ്, നാലാമത് പ്രോഫിറ്റ് ഷെയറിംഗ്. ഇങ്ങനെയുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. അപ്പോ അതിലൊന്നാമതാണ് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ് സ്കീം. അപ്പോ ഒന്നാമതാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻസെന്റീവ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. എന്താണ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാൻ അല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് സ്കീം എന്താ നോക്കാം. അണ്ടർ ദ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാൻ ദ ഏർണിംഗ്സ് ഓഫ് ഇൻഡിവിജ്വൽ വർക്കർ ആർ ബേസ്ഡ് ഓൺലി ഓൺ ഹിസ് പെർഫോമൻസ്. അതായത് സ്ഥാപനത്തിലെ ഓരോ വർക്കേഴ്സിന്റെയും പെർഫോമൻസ് നോക്കിയിട്ട് അവർ ബെറ്റർ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ ഇൻസെന്റീവ് കൊടുക്കുക. അതാണ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാന്. അപ്പൊ സ്ഥാപനത്തിലെ ഓരോ വർക്കേഴ്സിനെ എന്ത് ചെയ്യാണ് നോക്കിയിട്ട് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ, അവർ നല്ല മികച്ച പെർഫോമൻസ് ആണോ, അതിന്റെ ബേസിൽ അവർക്ക് വല്ല പ്രീമിയം ബോണസ് കൊടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻസെന്റീവ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൽ വരുന്നത് ഒന്നാമത്തേതായിരുന്നു ടൈം ബേസ്ഡ് സ്കീം. അപ്പോ തീർച്ചയായിട്ടും ടൈമിന്റെ അടിസ്ഥാനത്തിൽ വർക്കേഴ്സ് ആർ റിവാർഡഡ് ഫോർ ബെറ്റർ പെർഫോമൻസ് ഓൺ ദ ബേസ് ഓഫ് ടൈം സേവ്ഡ് ഇൻ കംപ്ലീറ്റിംഗ് എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം. അതായത് ഓരോ വർക്ക് ചെയ്യാനും എന്തുണ്ടാവും, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഓരോ ജോബ് ചെയ്യാനും എന്തുണ്ടാവും, ഒരു നിശ്ചിത സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്തിന്റെ ഉള്ളില്, അതായത് അതിന് മുന്നേ
ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നും നമ്മൾ മിനിമം ആക്ച്വൽ വർക്ക് ചെയ്തത് ടൈം എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുന്നതാണ് ടൈം ബേസ്ഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോ എംപ്ലോയീസ് എന്തുണ്ടാവും, ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും. ആ ടൈമിന് മുന്നേ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൊടുത്ത ടൈമും അതുപോലെ അവർ കംപ്ലീറ്റ് ചെയ്ത ടൈമും തമ്മിൽ എന്തുണ്ട്, ഒരു ഡിഫറൻസ് കിട്ടുമല്ലോ. ആ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്, ടൈം സേവ്ഡ് ആണ്. അതായത് സമയത്തിന് മുന്നേ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എത്ര സമയം അവർ സേവ് ചെയ്തു, ആ ടൈം സേവ് ചെയ്തതിന് കൊടുക്കുന്ന റിവാർഡിന് എന്ത് പറയാ, ടൈം ബേസ്ഡ് സ്കീം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് വരുന്നതാണ് ഹാൽസെ പ്ലാന്, റോവൻ പ്ലാന്, എമേഴ്സൺ പ്ലാന്, ബെഡെക്സ് പ്ലാന്. അപ്പൊ അതിൽ നോക്കാം ഹാൽസെ പ്ലാൻ എന്താന്നുള്ള കാര്യം. ഹാൽസെ പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എഫ്.എ. ഹാൽസെ ഓഫ് റാൻഡിൽ കമ്പനി ഓഫ് കാനഡ. അപ്പോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഫ്.എ. ഹാൽസെ ആണ്. അദ്ദേഹത്തിന്റെ റണ്ടൽ കമ്പനി, കാനഡയിലുള്ള റണ്ടൽ കമ്പനിയാണ് ഈ ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ എഫ്.എ. ഹാൽസെ ആണ്. അത് ശ്രദ്ധിക്കുക, ആ പേര് തന്നെയാണ് ആ പ്ലാൻ കൊടുത്തിട്ടുള്ളത്, ഹാൽസെ പ്ലാൻ. ദിസ് പ്ലാൻ ഈസ് എ സിമ്പിൾ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈം റേറ്റും അതുപോലെ പീസ് റേറ്റ് സിസ്റ്റം. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഹാൽസെ പ്ലാൻ. അണ്ടർ ദ പ്ലാൻ എ മിനിമം വേജസ് ഈസ് ഗ്യാരണ്ടീഡ് ടു എവരി എംപ്ലോയീസ്. എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ഫോർ കംപ്ലീറ്റിംഗ് എ വർക്ക് ഇൻ അഡ്വാൻസ്. അതായത് എല്ലാ എംപ്ലോയീസും ഈ ഒരു പ്ലാൻ പ്രകാരം എല്ലാ എംപ്ലോയീസിനും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും എന്തുണ്ടാവും, മിനിമം വേജസ് കിട്ടും. പിന്നെന്താണ്, എല്ലാ എംപ്ലോയീസിനും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് മുൻകൂട്ടി വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തുണ്ടാവും, അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എത്ര സമയത്തിനുള്ളിലാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. ഇഫ് എ വർക്കർ കംപ്ലീറ്റ് ഹിസ് ജോബ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം, he is give bonus the time saved. അപ്പൊ ഏതെങ്കിലും ഒരു വർക്കർ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിന്റെ മുന്നേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവര് കുറച്ച് സമയം സേവ് ചെയ്തല്ലോ, ആ സേവ് ചെയ്ത സമയത്തിനാണ് അവർക്ക് എന്ത് കിട്ടുക, ബോണസ് കിട്ടുക. അതായത് ടൈം സേവ് ചെയ്തതിന് കിട്ടുന്ന ബോണസ് ആണ് എന്ത് ശരിക്കും ഈ ഒരു ഹാൽസെ പ്ലാൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള വേജസ് ഈ ഒരു സിസ്റ്റം പ്രകാരമുള്ള വേജസ് കാൽക്കുലേഷനിലെ ഇക്വേഷൻ ആണ് കാണുന്നത്. ടി ഇൻറ്റു ആർ പ്ലസ് എസ് മൈനസ് ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആർ. അതായത് ഇക്വേഷൻ വരുന്നത് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം ടേക്കൺ ആർ പറഞ്ഞാല് ഹവർലി റേറ്റ്, അതുപോലെ എസ് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ടൈം അലൗഡ്. അപ്പൊ ഇക്വേഷൻ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ടേക്കൺ ഇൻറ്റു ഹവർലി റേറ്റ് പ്ലസ് സ്റ്റാൻഡേർഡ് ടൈം അലൗഡ് മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഹവർലി റേറ്റ്. അതാണ് ഇക്വേഷൻ വരിക. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇനി അതിന്റെ മെറിറ്റ് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. മെറിറ്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡാണ്. അതുപോലെ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ എംപ്ലോയീസിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എംപ്ലോയീസിന് മിനിമം വേജസ് ഈ ഒരു സിസ്റ്റം പ്രകാരം നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സിസ്റ്റം എംപ്ലോയീസിനും എംപ്ലോയർക്കും വളരെയധികം ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, എങ്ങനെ ബെനിഫിഷ്യൽ ആകും, അതായത് എംപ്ലോയീസ് എന്താണ് സമയം സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അഡീഷണൽ ആയിക്കാണ്ട് വേറെ ജോലി എടുപ്പിക്കാനൊക്കെ പറ്റും. അതുപോലെ എഫിഷ്യന്റ് വർക്കർ ആർ പ്രോപ്പർലി റിവാർഡ്. അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ട് റിവാർഡ് ഈ ഒരു സിസ്റ്റം പ്രകാരം കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ മെറിറ്റ്. ഇനി എന്തൊക്കെയാണ് ഡിമെറിറ്റ് നോക്കാം. ഇറ്റ് മേ ബി ഡിഫിക്കൽട്ടി ടു ഫിക്സ് സ്റ്റാൻഡേർഡ് ടൈം. അതായത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടി ആയിരിക്കും ചില ജോബിനൊക്കെ. അടുത്താണ് ദർ ഈസ് നോ സയന്റിഫിക് മെത്തേഡ് ഫോർ ഫിക്സിംഗ് പ്രീമിയം ഓർ ബോണസ്. അതുപോലെ പ്രീമിയം ബോണസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് ഒരു യാതൊരുവിധ സയന്റിഫിക് മെത്തേഡും ഇല്ല. അതൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ. ഓക്കെ, അടുത്താണ് there is a chance of deterioration of quality of goods. അപ്പോ നമ്മള് ഗുഡ്സിന്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ എന്താണ് തകരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്താണ് ദ അൺസ്കിൽഡ് വർക്കേഴ്സ് വിൽ വർക്ക് സ്ലോലി ബിക്കോസ് ദേ വിൽ ഗെറ്റ് മിനിമം വേജസ്. അതുപോലെ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഒക്കെ എന്താണ് സ്ലോ ആയിക്കാണ്ടാണ് വർക്ക് ചെയ്യുക. കാരണം എന്താണ് അവർക്ക് ഉറപ്പാണ് എന്തായാലും സ്ലോ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും മിനിമം വേജസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ എന്ത് ചെയ്യും, സ്ലോ ആയിക്കാണ്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്ന് ക്ലാസ് എടുക്കാനുള്ളത്. അപ്പോ ബാക്കി വരുന്ന പ്ലാനുകൾ, അതായത് ഇപ്പോ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാനിൽ ഇപ്പൊ ഒന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി വരുന്നതൊക്കെ അടുത്ത ദിവസം ക്ലാസ് എടുക്കുന്നതാണ്. ഓക്കെ.